2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ ആരധികാരത്തിൽ വരും എന്നുള്ളതിനേക്കാൾ വളരെ രസകരമായ ഒരു സംഭവം കൂടി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നടക്കും. അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം നമുക്കത് കാണാൻ കഴിയും. അത് കഴിയുമ്പോൾ ഫലപ്രഖ്യാപന ദിവസം നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ, ഈ രാവിലെ തന്നെ 8 മണിക്ക് തന്നെ തോൽക്കുമെന്നുള്ളത്. അങ്ങനെ ഉറപ്പായി വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തന്നെ, അതായത് പോസ്റ്റൽ വോട്ടർ എണ്ണുമ്പോൾ തന്നെ തോൽക്കും എന്നുറപ്പുള്ള 5 പേരെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അത് എതിർ പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി. അവർക്ക് വെയിലും മഴയും ഒന്നും കൊണ്ട് വീടുകൾ കയറി ഇറങ്ങണ്ട. കാരണം അത്ര പരാജയം ഏറ്റുവാങ്ങുന്ന 5 പേരാണ്. അവർ ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ, ഈ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് നമ്മൾ പറയുമല്ലോ. ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, അത് CPM-ൽ നിന്നാണ്. 5 പേരിൽ കൂടുതലുണ്ട്. പക്ഷെ ഞാനിപ്പം ഈ വീഡിയോയിൽ 5 പേരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ കോട്ടയത്തു നിന്ന് തുടങ്ങുകയാണ്. തോൽക്കുമെന്ന് ഉറപ്പാണത്. ഈ 5 പേരും സ്ഥാനാർത്ഥികളുമാവും. കോട്ടയത്ത് നിന്ന് CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് 2021 എതിരിട്ടു. തിരുവഞ്ചൂര് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോവുകയും ചെയ്തു. വീണ്ടും തിരുവഞ്ചൂര് ചിലപ്പോൾ അവിടെ മത്സരിക്കും എന്നറിയുന്നുണ്ട്. അല്ല, തിരുവഞ്ചൂര് മത്സരിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. അനിൽകുമാർ മത്സരിക്കും എന്നറിയുന്നുണ്ട്. ഈ 5 പേരെ പറ്റിയും വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇവരൊക്കെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ജനത്തിൻ്റെ വെറുപ്പ് സമ്പാദിച്ചവരാണ്. അവിടെ വന്നിരുന്ന് ആദ്യമൊക്കെ വലിയ ഘോരഘോരമായിട്ട് പ്രസംഗിച്ച് അവസാനം വന്ന് ബബ്ബ അടിച്ചിറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം, വെറും കോമാളികളായി മാറുന്ന ഒരു ചിത്രമാണ് നമ്മൾ ടെലിവിഷൻ ചാനലിലൂടെ ഈ 5 പേരെയും കാണുന്നത്. അപ്പോൾ 2021 തിരുവഞ്ചൂരിനോട് എതിരിട്ട ആളാണ് CPM സംസ്ഥാന സമിതി അംഗമായ അഡ്വക്കേറ്റ് അനിൽകുമാർ. ഒരു കാര്യം ഓർക്കണം, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് എതിരിട്ട് പരാജയത്തിൻ്റെ കയ്പ് നീര് അനുഭവിച്ച VN വാസവൻ പിന്നീട് അവിടെ നിന്ന് ഓടിയത്, കോട്ടയത്ത് നിന്ന് ഓടാൻ തുടങ്ങി പിന്നെ ഏറ്റുമാനൂരാണ് നിന്നത്. ഏറ്റുമാനൂരിലാണ് പോയി മത്സരിച്ചത്. അവിടെയും വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, വീണ്ടും മത്സരിക്കും എന്നറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനിൽകുമാറും തിരുവഞ്ചൂരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം ഉയരാൻ പോവുകയാണ്. തിരുവഞ്ചൂരിന് വലിയ വർക്കൊന്നും ചെയ്യേണ്ടി വരത്തില്ല. ഈ 5 പേരെയും അവർ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി കിട്ടാൻ കോൺഗ്രസ്സുകാർ തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്, CPM-ലെ ഈ ചാവേറുകൾ അവരുടെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി കിട്ടാൻ ആഗ്രഹിക്കുന്നത്. അപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വിജയം ഇക്കുറിയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അനിൽകുമാർ വീണ്ടും താഴേക്ക് പോവുകയാണ്. അടുത്തത് വരുന്നത് ഇതിലും വലിയ ചാവേറാണ്. ചാനൽ ചർച്ചകളിൽ സജീവ സാന്നിധ്യമാണ്, അപാര തൊലിക്കട്ടിയാണ്. ഇതും കോട്ടയം ഭാഗത്ത് കേന്ദ്രീകരിച്ചാണ്. പുതുപ്പള്ളിയിലാണ് മത്സരിച്ചത്. അത്രയും ജെയ്സി തോമസ് എന്ന് പറയുന്ന ചാവേറാണ്. ഉമ്മൻചാണ്ടിയോടും ഉമ്മൻചാണ്ടിയുടെ മകനോടും തോറ്റ, അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയോടും മകനോടും തോൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2026 സ്ഥിതി വ്യത്യസ്തമല്ല. പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ മത്സരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്തോ ഒരാവേശമായിരുന്നു ഈ ജെയ്സി തോമസിന്. ഇന്ന് ഉമ്മൻചാണ്ടി വികാരം കേരളം മുഴുവൻ അലതല്ലി നിൽക്കുന്ന സമയത്തും ജയിക്കെന്ന് പറയുന്ന ഈ ചാവേറ് ഒരു ഉളുപ്പുമില്ലാതെ അപാരമായ തൊലിക്കട്ടിയോടുകൂടി ഇറങ്ങുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ തന്നെ സഹതാപമാണ് തോന്നുന്നത്.
ഇങ്ങനെയും പാർട്ടിക്ക് വേണ്ടി ചാവേറാകുന്നല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ 2026 എന്തായിരിക്കും? ഈ ജെയ്ക് സി തോമസ് പുതുപ്പള്ളിയിൽ ഉണ്ടാകും ഒരു ചാവേറായിട്ട്. മൂന്നാമത് നമ്മൾ വരുന്നത് എറണാകുളം ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ ചാനൽ ചർച്ചകളിൽ വരുന്നവരാണ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. അരുൺകുമാറിനെ 2021 രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നടന്ന തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ അരുൺകുമാർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് മോഹിച്ചല്ല, പേര് പറയുന്നുണ്ടായിരുന്നു. പിണറായി വിജയനാണ് അത് ഇടപെട്ടത്. പിണറായി വിജയൻ അറിയാം അരുൺകുമാർ മത്സരിച്ചു കഴിഞ്ഞാൽ 8 നിലയിൽ 8 മണിക്ക് തന്നെ പൊട്ടുമെന്നുള്ളത്. അതുകൊണ്ട് ആ സ്ഥാനത്താണ് അവിടുത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ജോ ജോസഫിനെ ഇറക്കിയത്. പാർലമെൻറ്റിലെ അതിവിദഗ്ധമായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു അതിമാനുഷ്യനുണ്ടല്ലോ, ഡബിൾ റഹീം. അദ്ദേഹം അവിടെ കിടന്ന് പാടിയല്ലോ, ജോറാണേ ജോറാണ്. എന്നിട്ട് എന്തായി ജോറ്? അതും ഈ ഡോക്ടർ ജോ ജോസഫ് 8 നിലയിൽ പൊട്ടിയില്ലേ. തൃക്കാക്കരയിൽ ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം PT തോമസ് വാങ്ങിയതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് വരുന്നത് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വെറുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരാണ് ഞാൻ പറയാൻ പോകുന്നത്. SFIയുടെ വീരപുത്രൻ PM ആർഷോ. കോളേജ് കണ്ടിട്ടില്ല, പക്ഷേ കോളേജിലെ SFI പ്രവർത്തകനായിരുന്നു. പരീക്ഷ എഴുതിയിട്ടില്ല, പക്ഷെ ഉന്നത വിജയം കരസ്ഥമാക്കി. പിണറായിയുടെ പോലീസ് പോലും സമരം നടക്കുന്ന സമയത്ത് ബഹുമാനപൂർവ്വമാണ് ആർഷോ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആർഷോയെ ഈ പാലക്കാട് സ്വദേശിയായിട്ടുള്ള ആർഷോയെ പാലക്കാട് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം അവിടെ മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ആളിനെ CPM സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെയൊന്നും ഇനി ഉണ്ടായില്ലെങ്കിൽ ആർഷോയെ ആയിരിക്കും അവിടെ മത്സരിപ്പിക്കുക. ഈ മറ്റ് 3 പേരെയും പോലെയും ആർഷോയ്ക്കും ദയനീയമായ പരാജയമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം വലിയ ഗുരുത്വദോഷം, അധ്യാപകർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുക, അവരുടെ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നൊക്കെയുള്ള തരത്തിലുള്ള മുദ്രാവാക്യം വിളിപ്പിക്കുക, അങ്ങനെ ക്യാമ്പസ് മുഴുവൻ പ്രകോപനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരു CPMൻ്റെ ഒരു മൂത്ത സഖാവ് തന്നെയാണ് ആർഷോ. അപ്പം പാലക്കാട് CPM ദയനീയമായ നിലയിൽ തകർന്നടിയും. കെട്ടിവെച്ച പണം കിട്ടുമോ എന്ന് തന്നെ സംശയമായിരിക്കും. അപ്പോൾ ഇത് 4ാമത്തെ ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയും അടുത്ത 5ാമത്തെ ആളിലേക്ക് വന്നാൽ ഇത് 4 പേരും പുരുഷ സ്ഥാനാർത്ഥികളെങ്കിൽ 5ാമത് വരുന്നത് വനിതാ സ്ഥാനാർത്ഥിയാണ്. ഇത് മറ്റു പല വീഡിയോകളിലും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. കൊല്ലത്തിൻ്റെ വീരപുത്രി ചിന്തോ ജെറോം, ഡോക്ടർ ചിന്തോ ജെറോം എന്നുകൂടെ ചേർക്കണം. ഡോക്ടറേറ്റിൻ്റെ തീസിസ് കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനകത്ത് വരുത്തിയിട്ടുള്ള തെറ്റുകളുടെ ഘോഷയാത്ര. എന്നാലും നമ്മുടെ സർവകലാശാല ഡോക്ടറേറ്റ് കൊടുത്തു. പിണറായി വിജയൻ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെങ്കിൽ ചിന്തോ ജെറോമിന് ഒരുപക്ഷെ കേരളത്തിലെ പ്രധാനപ്പെട്ട 3 സർവകലാശാലകൾ, കേരള, കാലിക്കറ്റ്, ഗാന്ധി, ഈ 3 സർവകലാശാലകളും ഡീലിറ്റ് നൽകി ചിലപ്പോൾ ആദരിച്ചു എന്ന് വരാം. ഇനി അതും കഴിഞ്ഞിട്ട് പത്മ പുരസ്കാരത്തിന് തുല്യമായിട്ട് കേരളത്തിൽ കൊടുക്കുന്ന ചില പുരസ്കാരങ്ങളുണ്ടല്ലോ, കേര പുരസ്കാരമോ ശ്രീയോ, അതും ചിലപ്പോൾ കൊടുത്തു എന്ന് വരാം. യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ടിരുന്നു. അവിടെ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം എഴുതിയെടുത്തു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് യാതൊരു ചുണ്ണാമ്പും പ്രയോജനമില്ലാത്ത ഒരാളായി ചിന്തോ ജെറോം മാറി. ആ ചിന്തോ ജെറോമും കൊല്ലത്ത് മത്സരിക്കുമെന്നാണ് അറിയുന്നത്.
2016 CPM കൊല്ലത്ത് കണ്ട സ്ഥാനാർത്ഥിയാണ് മുകേഷ്. 2021 LDF തരംഗത്തിലങ്ങ് കയറിപ്പോയി. കൊല്ലത്തുകാർക്ക് വേണ്ടാത്ത ഒരു MLA ആണ് മുകേഷ്. അവിടെയാണ് ചിന്തോ ജെറോം നോട്ടമിട്ടിരിക്കുന്നത്. ചിന്തോ ജെറോം അവിടെ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പാർട്ടിക്കാരുടെ പോലും എതിർപ്പ് നേരിടുന്ന ഒരാളാണ് ചിന്തോ ജെറോം. അപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാർ, ജെയ്ക്സി തോമസ്, അഡ്വക്കേറ്റ് അരുൺകുമാർ, PM ആർഷോ, ഡോക്ടർ ചിന്തോ ജെറോം, ഈ 5 പേരുടെയും വൻ പതനമായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.